വലതുകൈ ഫുള്ളായിട്ട് സ്കിന്നെല്ലാം പൊട്ടി മാംസമെല്ലാം പോയിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അവൻ ബെറ്ററായി തുടങ്ങിയത്. ഹൈ ഇലക്ട്രിക് കറണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലോട്ട് പോകുന്നൊരു അവസ്ഥയാണ് ആക്ച്വലി. അതിൻ്റെ ഹാർട്ടിൻ്റെ താളത്തിന് എന്തോ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും കാർഡിയാക് അറസ്റ്റ് വരെ സംഭവിക്കുകയും മരണം വരെ സംഭവിക്കാനും സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങിന് നമ്മൾ കൊളാജൻ ഡ്രസ്സിംഗ് ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അത് സെക്കൻഡ് ഡിഗ്രി ഡീപ്പ് ബേൺസിൽ സാധാരണ കൊളാജൻ ഡ്രസ്സിംഗ് നമ്മൾ യൂസ് ചെയ്യുമ്പം വളരെ സ്ലോ ആയിട്ടാണ് ഹീലിംഗ് നടക്കുന്നതെങ്കിലും സിൻസ് ഹി വാസ് എ യങ് പേഷ്യൻറ്റ് അത് നല്ല രീതിയിൽ അത് ഹീലാവുകയും വിത്തിൻ എൻ്റെ പേര് മഹേഷ് കുമാർ. ഇതെൻ്റെ ചേട്ടൻ്റെ മകനാണ്. അവൻ KSIB ഡെയിലി വേജസായിട്ട് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഷോക്ക് അടിച്ച് വലത് കൈ ഫുള്ളായിട്ട് പൊള്ളുകയുണ്ടായി. അവിടുന്ന് KMCയിലെ പ്ലാസ്റ്റിക് സർജൻ നല്ലതാണെന്നും പറഞ്ഞ് ഞങ്ങളിവിടെ വരികയും ബ്രയാൻ സാറ് നല്ല ട്രീറ്റ്മെൻറ്റിലോടുകൂടി അവൻ്റെ കൈ ഭേദമാക്കി തരികയും ചെയ്തിട്ടുണ്ട്. നല്ല ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്കിവിടെ ലഭിച്ചത്. ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമെല്ലാം ഞങ്ങൾ വളരെ സന്തോഷമാണ്. വലത് കൈ ഫുള്ളായിട്ട് സ്കിന്നെല്ലാം പൊട്ടി മാംസമെല്ലാം പോയിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അവൻ ബെറ്ററായി തുടങ്ങിയത്. ഫുള്ള് പോയിരുന്നു. വലത് കൈ ഭാഗവും ഇടത് കൈയുടെ പത്തിഭാഗവും എല്ലാം പോയിരിക്കുകയായിരുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രയൻ എം തോമസ്, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കല്ലിശ്ശേരി. ഈ പറഞ്ഞ പേഷ്യൻറ്റ് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ സബ്സ്റ്റേഷനിൽ നിന്ന് ഹൈ വോൾട്ടേജ് കറണ്ട് അടിച്ചിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഹൈ ഇലക്ട്രിക് കറണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലോട്ട് പോകുന്നൊരു അവസ്ഥയാണ് ആക്ച്വലി. ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് നമ്മുടെ ബോഡിയിൽ കയറുമ്പോൾ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നല്ലൊരു കണ്ടക്റ്റിംഗ് സോഴ്സാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ട് അതിൻ്റെ ഡിവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലുള്ള മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് കറണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക് കറണ്ടുമായിട്ട് അതിനെ ഇൻ്റർഫിയർ ചെയ്യും. അതിനെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹാർട്ടിൻ്റെ താളത്തിന് എന്തോ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും കാർഡിയാക് അറസ്റ്റ് വരെ സംഭവിക്കുകയും മരണം വരെ സംഭവിക്കാനും സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ആദ്യമേ ആ പേഷ്യൻറ്റിനെ നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്ത് കാർഡിയാക് മോണിറ്ററിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റേതായ മാനേജ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുക, കാർഡിയോളജി കൺസൾട്ടേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് കറണ്ടിൽ നമ്മുടെ മസിൽസ് എല്ലാം പെട്ടെന്ന് നമ്മുടെ മസിലിലും വർക്ക് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് കറണ്ട് ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ ആ ഹൈ വോൾട്ടേജ് കറണ്ട് വരുമ്പോൾ നമ്മുടെ മസിൽ പെട്ടെന്ന് വയലൻ്റായിട്ട് വർക്ക് ചെയ്യുകയും അത് കാരണം മസിൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടാവുകയും അതുമൂലം മസിലിൽ നിന്നുള്ള പ്രോട്ടീൻസ് ഇറങ്ങി കിഡ്നി ഫെയിലിയറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെർവ് ഡാമേജസ് ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. മൂന്നാമത്തെ കാര്യമാണ് ഹൈ വോൾട്ടേജ് കറണ്ടിൽ നമ്മുടെ സ്കിൻ നല്ലപോലെ ബേൺ ആവുകയും അത് സെക്കൻഡ് ഡിഗ്രി ഡീപ്പ് തേർഡ് ഡിഗ്രി ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ബേൺസ് ആവുകയും സർജിക്കലായിട്ട് പോകേണ്ട അവസ്ഥ വരെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ പേഷ്യൻ്റ് ഞങ്ങളുടെ അടുത്ത് വന്നപ്പം അവന് കൈക്കും ചെസ്റ്റിനുമാണ് കൂടുതലായിട്ട് ഇതുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇനിയും മുന്നോട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ പ്രശ്നം. പക്ഷേ ലക്കിലി ഹി വാസ് എ യങ് പേഴ്സൺ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആ ബേൺസിൻ്റെ വൂണ്ടിനെ ട്രീറ്റ് ചെയ്യുകയും അതുകൂടാതെ ഇൻറ്റൻസീവായിട്ട് നമ്മളാണെങ്കിൽ കാർഡിയാക് കെയറും അങ്ങനെയുള്ള കാര്യങ്ങളും ഇൻറ്റൻസീവ് കെയർ ആയിട്ട് നമ്മൾ കൊടുക്കുകയും ക്രിട്ടിക്കൽ കെയറുകാരുടെ ഇൻ്റർവെൻഷൻ കാരണം നമുക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ അത് മാനേജ് ചെയ്യുകയും അതുകൂടാതെ നമുക്ക് ഡ്രസ്സിങ്ങിന് നമ്മൾ കൊളാജൻ ഡ്രസ്സിംഗ് ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അത് സെക്കൻഡ് ഡിഗ്രി ഡീപ്പ് ബേൺസിൽ സാധാരണ കൊളാജൻ ഡ്രസ്സിംഗ് നമ്മൾ യൂസ് ചെയ്യുമ്പം വളരെ സ്ലോ ആയിട്ടാണ് ഹീലിംഗ് നടക്കുന്നതെങ്കിലും സിൻസ് ഹി വാസ് എ യങ് പേഷ്യൻറ്റ് അത് നല്ല രീതിയിൽ അത് ഹീലാവുകയും വിത്തിൻ 3 വീക്സ് എല്ലാം ഹീലാവുകയും ഐ തിങ്ക് ഹി മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് ഹിസ് ജോബ് ബൈ റൈറ്റ് നൗ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഈ ഏർലി ഇൻ്റർവെൻഷൻ പെട്ടെന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കോംപ്ലിക്കേഷൻ കൂടാതെ നമുക്ക് മാനേജ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഈ കൊളാജൻ ഡ്രസ്സിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഡ്രസ്സ് ചെയ്യണ്ട. വൺസ് അത് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹീലാവുന്നിടം വരെ അതൊരു സ്കിന്നിന് ഇൻഫെക്ഷൻ കയറാത്ത രീതിയിൽ ഒരു ബാരിയറായിട്ട് ഇരിക്കുകയും അത് ഹീലാവുന്നിടം വരെ അതങ്ങനെ ഇരുന്നോളും. വൺസ് അത് ഹീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയെ അത് ഫോളോ ഓഫ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ മെയിൻ തിങ് ഇലക്ട്രിക് ബേൺസിൽ നമ്മളിപ്പം സബ്സ്റ്റേഷനിൽ നിന്നുള്ള ഹൈ വോൾട്ടേജ് കറണ്ടിൻ്റെ കാര്യം പറഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം ലോ വോൾട്ടേജ് ആയിട്ടുള്ള കറണ്ട് പറഞ്ഞാലും ശരി, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാണ് നമ്മൾ ഈ ബേൺസ് അടിക്കുമ്പം ഇലക്ട്രിക് ബേൺസ് അടിക്കുമ്പം
കാർഡിയാക് ഇൻ്റർവെൻഷനാണ് കൂടുതലായിട്ട് നമുക്ക് നോക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഈ ഹാർട്ടിൻ്റെ താളം നിലയ്ക്കാനുള്ള കാർഡിയാക് അറസ്റ്റിലോട്ട് പോകാൻ തരത്തിലുള്ള കറണ്ട് ആയിരിക്കാം ചിലപ്പോൾ കയറുന്നത്. അപ്പോൾ അതുമൂലമുള്ള റിസ്കുകൾ ഉണ്ടാവാം. മസിൽ ഇഞ്ചുറി കാരണം കിഡ്നി ഇഞ്ചുറി ഉണ്ടാവാം, ബാക്കിയുള്ള ഓർഗൻസുമായിട്ട് ഇഞ്ചുറി ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് വേണം ഇലക്ട്രിക് കറൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ. അതിപ്പം ഹൈ വോൾട്ടേജ് ആയാലും ലോ വോൾട്ടേജ് ആയാലും ശരി, അതുപോലെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്.